നമസ്കാരം. കഴിഞ്ഞ 2 ദിവസമായി താഴേക്ക് നീങ്ങിയ സ്വർണ്ണവിലയിൽ വീണ്ടും കുതിച്ചുകയറ്റമാണ് ഇന്ന് കാണാനായത്. ആഭരണപ്രിയരെ വിവാഹം ഉൾപ്പെടെ ആവശ്യങ്ങൾക്കായി വലിയ അളവിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരെയും ആശങ്കപ്പെടുത്തി കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി പവൻവില 66,000 രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ്. 320 രൂപയാണ് ഇന്ന് കൂടിയത്. ഗ്രാമിനും 40 രൂപ വർദ്ധിച്ച് വില സർവകാല റെക്കോർഡായ 8,250 രൂപയിലെത്തിയിട്ടുണ്ട്. ഈ മാസം 14-ന് രേഖപ്പെടുത്തിയ ഗ്രാമിന് 8,230 രൂപയും പവന് 65,840 രൂപയും എന്ന റെക്കോർഡ് തകർന്നു. ഭീമ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ ബി ഗോവിന്ദൻ നയിക്കുന്ന ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ് അസോസിയേഷന്റെ നിർണയപ്രകാരം ഇന്ന് 18 കാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് 35 രൂപ ഉയർന്ന് 6,810 രൂപയിലെത്തിയിട്ടുണ്ട്. ഇതും എക്കാലത്തെയും ഉയരമാണ്. വെള്ളിവില ഗ്രാമിന് 111 രൂപയിൽ മാറ്റമില്ലാതെ നിൽക്കുകയാണ്. എസ് അബ്ദുൽ നാസർ വിഭാഗം AKG SMA നിർണയപ്രകാരം 18 കാരറ്റിന് വില ഗ്രാമിന് 6,790 രൂപയാണ്. ഇന്ന് കൂടിയത് 30 രൂപയാണ്. വെള്ളിവില ഗ്രാമിന് 1 രൂപ ഉയർന്ന് 111 രൂപയിലെത്തി. ലോകത്തിലെ 1-ാം നമ്പർ സാമ്പത്തിക ശക്തിയായ US-ലെ ചലനങ്ങളാണ് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി സ്വർണ്ണവിലയെ സ്വാധീനിച്ചിരുന്നതെങ്കിൽ ഇസ്രയേൽ ഗാസ പോര് വീണ്ടും മൂർച്ഛിച്ചതും കുതിപ്പിന് കളമൊരുക്കിയിട്ടുണ്ട്. വെടിനിർത്തൽ കരാറ് ലംഘിച്ച് ഇസ്രയേൽ സേന ഗാസയെ ആക്രമിച്ചെന്ന റിപ്പോർട്ടുകളെ തുടർന്ന് പശ്ചിമേഷ്യ വീണ്ടും യുദ്ധഭീതിയിലായി. ഭൗമരാഷ്ട്രീയ സംഘർഷ പശ്ചാത്തലത്തിൽ സുരക്ഷിത നിക്ഷേപം എന്ന ഖ്യാതി നേടി സ്വർണ്ണവില കുതിക്കുക സ്വാഭാവികവുമാണ്. ഔൺസിന് $3,004 നിലവാരത്തിൽ നിന്ന് ഇന്നലെ $2,982 താഴ്ന്ന രാജ്യാന്തര വില ഇന്ന് $3,014.24 കുതിച്ചു കയറി. US സമ്പദ് വ്യവസ്ഥ പ്രതിസന്ധിയിലാണെന്ന് വ്യക്തമാക്കുന്ന മാനുഫാക്ചറിംഗ് കണക്കുകൾ US-ൽ അടിസ്ഥാന പലിശ നിരക്ക് കുറയ്ക്കുമോ എന്നത് സംബന്ധിച്ച അനിശ്ചിതത്വം, US ഗവൺമെന്റിന്റെ കടപ്പത്ര ആദായ നിരക്ക് നേരിടുന്ന തളർച്ച, പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടങ്ങിവെച്ച ആഗോള ഇറക്കുമതി തീരുവ യുദ്ധം തുടങ്ങിയ കാരണങ്ങളും സ്വർണ്ണവിലയെ മുന്നോട്ട് നയിക്കുകയാണ്. ഇന്ന് ഡോളറിനെതിരെ ഇന്ത്യൻ റുപ്പി 6 പൈസ ഉയർന്ന് 86.74 രൂപയിലാണ് വ്യാപാരം ആരംഭിച്ചത്. രൂപ മെച്ചപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ സ്വർണ്ണവില ഇന്ന് കൂടുതൽ ഉയരുമായിരുന്നു. ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസ് തയ്യാറാകില്ലെന്നും US-ന്റെ മധ്യസ്ഥ ചർച്ചകളെ അവർ ഗൗനിക്കുന്നില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഇസ്രയേൽ സേന ഗാസ ആക്രമിച്ചത്. ഇതോടെ ബന്ദികളെ മോചിപ്പിക്കേണ്ടെന്ന തീരുമാനത്തിലേക്ക് ഹമാസ് എത്തിയെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇതിനു പുറമെ യമനിലെ ഇറാൻ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഹൂതികൾക്കെതിരെ US വ്യോമാക്രമണം ആരംഭിച്ചതും മധ്യേഷ്യയെ യുദ്ധഭീതിയിലാഴ്ത്തുകയും സ്വർണ്ണവില കുതിക്കാൻ കളമൊരുക്കുകയും ചെയ്തിട്ടുണ്ട്. ഭൗമരാഷ്ട്രീയ സംഘർഷം, യുദ്ധം, സാമ്പത്തിക അനിശ്ചിതത്വം, ഓഹരി കടുപ്പത്ര വിപണികളുടെ തളർച്ച തുടങ്ങിയ സാഹചര്യങ്ങളിൽ നിക്ഷേപകർ ഗോൾഡ് ETF പോലുള്ള സ്വർണ്ണ നിക്ഷേപ പദ്ധതികളിലേക്ക് നിക്ഷേപം മാറ്റും. ഇതാണ് വിലയെ സ്വാധീനിക്കുന്നത്. സ്വർണത്തിന് 3% GST, 53.10 രൂപ ഹോൾമാർക്ക് ഫീസുമുണ്ട്. പുറമെ പണിക്കൂലിയും നൽകണം. പണിക്കൂലി ആഭരണത്തിന്റെ ഡിസൈൻ അനുസരിച്ച് 3 മുതൽ 30% വരെയൊക്കെ ആകാം. മിനിമം 5% പണിക്കൂലി കണക്കാക്കിയാൽ തന്നെ ഇന്നൊരു പവൻ സ്വർണത്തിന് കേരളത്തിൽ 71,434 രൂപ നൽകണം. 8,930 രൂപയെങ്കിലും കൊടുത്താലേ 1 ഗ്രാം സ്വർണ്ണാഭരണവും കിട്ടും. ഇനി 10% പണിക്കൂലിയായി ഈടാക്കുന്നതെങ്കിൽ 1 പവൻ ആഭരണത്തിന് 75,000 രൂപയ്ക്കടുത്തും 1 ഗ്രാം ആഭരണത്തിന് 9,350 രൂപയ്ക്കടുത്തും കൊടുക്കേണ്ടി വരും.